ഇന്ന് യു കെയിൽ നിന്ന് കമലഹാസനം മടങ്ങി വരികയാണ്. 8 മണിക്ക് ഫ്ലൈറ്റ് ലാൻഡ് ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു 7 മണിക്ക് എത്തി. പറഞ്ഞത് അവനാണെന്ന് ഞാൻ ഓർക്കണമായിരുന്നു. പോസ്റ്റിൻ്റെ തലതൊട്ടപ്പനാണ്. നാട് വിട്ടുപോയെങ്കിലും മാറ്റമൊന്നുമില്ല. 2 മണിക്കൂർ അവൻ ഞങ്ങളെ പോസ്റ്റാക്കി. തെറ്റെൻ്റെ ഭാഗത്താണ്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഒരു 1.5 മണിക്കൂർ അവർ എന്നെ കാത്തിരുന്നായിരുന്നു. ഇതൊരു പകരം വീട്ടിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ അവൻ്റെ വരവിനായിട്ട് ഒരുപാട് നേരം നമ്മളിങ്ങനെ അറൈവൽസിലേക്ക് നോക്കി കാത്തിരുന്നു. എവിടെ വരാൻ? നമ്മൾ ഈ റീലിലൊക്കെ കാണാറില്ലേ, ഇപ്പോൾ വരടാ 5 മിനിറ്റ് എന്ന് പറയുന്നിടത്ത് ഇപ്പോൾ മാസങ്ങളും വർഷങ്ങളുമാണ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും വണ്ടി എടുത്ത് വെറുതെ തെണ്ടാൻ പോകും. ഇല്ലെങ്കിൽ രാവിലെ ഞാനും എൻ്റെ വീട്ടിലേക്ക് ചെല്ലും, അല്ലെങ്കിൽ എന്നെ കണ്ടില്ലേ അവൻ നേരെ ഇങ്ങോട്ട് വരും. അങ്ങനെ ഒരു ദിവസം ഞാനും എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇഡ്ഡലി സാമ്പാറുമാണ്. അപ്പോൾ ഇവൻ ഇഡ്ഡലി സാമ്പാറും വേണ്ട. അപ്പോൾ ഇവൻ അമ്മയായിട്ട് വഴക്കിടുകയാണ്. വഴക്കിട്ടിട്ട് വീട്ടിലെന്തോടാന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എൻ്റെ കൂടെ വണ്ടി എടുത്ത് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ എൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് ട്വിസ്റ്റ്. ഇവിടെ അതേ സംഭവം തന്നെ, ഇഡ്ഡലി സാമ്പാറും. രാവിലെ ഈ ഭക്ഷണം കഴിക്കുന്ന ശീലം എനിക്കില്ലാത്തതുകൊണ്ട് ഇവിടെ എന്താ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ലായിരുന്നു. പ്രത്യേകിച്ച് ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ ആ ഇഡ്ഡലി സാമ്പാറും അവിടെ ഇരുന്ന് മുഴുവനും തിന്ന് എണീറ്റ് പോയ മാന്യ വ്യക്തിയാണ് ഇവൻ. അതുകൊണ്ട് എന്നെക്കാട്ടി വിലയാണ് ഈ തെണ്ടിക്ക് എൻ്റെ വീട്ടിൽ. അങ്ങനെ നീണ്ട 6-7 മാസത്തിന് ശേഷമാണ് അവൻ മടങ്ങി വരുന്നത്. യു കെയിലുള്ള അവൻ്റെ സുഹൃത്തിൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. തിരിച്ച് അവൻ്റെ കൂടെ കൂട്ടിയാണ് വിട്ടത്. ഇത്തവണ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ആൾ കൂടെ ഇല്ലായിരുന്നു. കാരണം ആൾ കുറച്ച് നേരത്തെ എത്തി. സാധാരണ ഇവൻ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ എങ്ങോട്ടെങ്കിലും യാത്ര പോകും, അല്ലെങ്കിൽ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത്തവണത്തെ കുഞ്ഞിരാമൻ്റെ വരവിന് മറ്റൊരു ലക്ഷ്യമാണുള്ളത്. കൂടെ പഠിച്ച ബബിത സേവരയും കെട്ടി യു കെക്ക് പോയ കുഞ്ഞിരാമൻ്റെ ഈ വരവിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, അവനൊരു അച്ഛനാവാൻ പോവാ. ഇത് മാത്രം പറഞ്ഞാൽ ബബിമോൾ എന്നോട് ചോദിക്കും, അതെന്താടാ കൊച്ചിൻ്റെ അമ്മയില്ലെന്ന്. കൊച്ചിൻ്റെ അമ്മ ഓഫ് കോഴ്സ് ബബിത സേവ്യർ. അച്ഛനാകാൻ പോകുന്നത് പറഞ്ഞോടെ ഇവൻ ഇത്ര സീരിയസ്. ഹേയ് അല്ലല്ല, മാറിയിട്ടില്ല. അങ്ങനെ കൊച്ചിൻ്റെ അച്ഛൻ നാട്ടിലെത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഡെലിവറിയും നൂലുകെട്ടും പേരടിയിലും ഒക്കെ ഉടനെ ഉണ്ടാവും. അപ്പോൾ കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.